അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ നഷീസ സ്റ്റഡിങ് പീസ് പബ്ലിക് സ്കൂൾ 5th C. ഇന്ന് ഡിസംബർ 23, കർഷക ദിനം. കർഷകരാണ് നമ്മുടെ നാടിന്റെ ജീവനാടി. നമ്മൾ കർഷകരെ ബഹുമാനിക്കണം, ആദരിക്കണം, പരിഗണിക്കണം. മാതൃഭൂമി സ്ട്രീറ്റ് ക്ലബിന്റെ ഭാഗമായി ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കർഷകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തുപ്രേട്ടൻ. അപ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് കൃഷിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം. എത്ര വർഷമായി തുപ്രേട്ടൻ കൃഷി തുടങ്ങിയിട്ട്? ഞാൻ കൃഷി തുടങ്ങിയിട്ട് 42 വർഷമായി. ഏതെല്ലാം തരത്തിലുള്ള കൃഷിയാണ് ഇപ്പോൾ ചെയ്യുന്നത്? 5 വർഷം മുമ്പ് വരെ നെൽകൃഷി ഉണ്ടായിരുന്നു. മറ്റുള്ള കാലങ്ങളിലൊക്കെ പൂളകൃഷിയാണ് ഉള്ളത്. പിന്നെ ഇടയ്ക്കൽ പച്ചക്കറി കൃഷി ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇടക്കൃഷിയായിട്ട് അതൊക്കെ തന്നെയാണുള്ളത്. കൃഷി ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിങ്ങം മാസത്തിലാണ് സാധാരണ നിലയിൽ പിന്നെ പൂള കുത്താറുള്ളത്. ആദ്യം പിന്നെ കഴിഞ്ഞ വർഷം പൂട്ടിയത് കൊമ്പൊക്കെ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ മണ്ണൊഴിച്ച് പിന്നെ കള്ളിയൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരും. അത് ചിങ്ങം ഒരു പകുതിയോട് കൂടി പിന്നെ 3 ആഴ്ച കഴിയുമ്പോൾ കൂടുമ്പോൾ നനച്ചുകൊണ്ടിരിക്കും, വളമിടും. പിന്നെ 6-7 മാസം കഴിഞ്ഞാൽ മീനം മേടമാസത്തിലേക്ക് അത് വിളവെടുക്കാൻ പാകാവും. വിളവെടുക്കും. നെൽകൃഷിയെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? നെൽകൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നെൽകൃഷി പിന്നെ ആദ്യമായിട്ട് നമ്മൾ വിത്ത് നനച്ച് പിന്നെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കൊട്ടയിലോ ഒക്കെ ആക്കി നനച്ച് വെക്കും. ചാക്കിലൊക്കെ ആക്കി നനച്ച് വെക്കും. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് അത് നാറ്റടി ഉണ്ടാക്കി അതിൽ പോവും. പിന്നെ ഈ 30 ദിവസം ആകുമ്പോൾ അത് പറിച്ച് പുതിയ സ്ഥലം ഒരുക്കിയതിൻ്റെ ശേഷം അതിൽ നടും. പിന്നെ ഇടയ്ക്ക് വളം ചേർക്കും. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പിന് പാകാവും. കൃഷിയിൽ താങ്കൾ സംതൃപ്തനാണ്? അതെ, കൃഷിയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. പിന്നെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, നാടിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുള്ളൂ. അതിൽ ഞാൻ കൂടുതൽ സംതൃപ്തനാണ്. പിന്നെ വരും തലമുറക്കൊരു പ്രചോദനം കൂടിയാണ് കൃഷി. കൃഷിയെക്കുറിച്ച് എന്നോട് വിവരങ്ങൾ പങ്കുവച്ച തുപ്രേട്ടനോട് 1000 നന്ദി.